ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ PSC പഠിക്കുന്ന എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് ശരിക്കും ഒരുപാട് നേരം പഠിക്കണം, ഒരുപാട് മണിക്കൂർ പഠിക്കണം എന്നാലേ ഇതൊക്കെ കിട്ടുള്ളൂ എന്നാണ്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഞാനിപ്പോൾ ഒരു 2 മാസമായിട്ടുള്ളൂ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ നല്ലപോലെ എനിക്ക് അധികം സമയം കിട്ടാറില്ല, ഒരു 2 hours ഡെയിലി കിട്ടാറുള്ളൂ. ആ കിട്ടുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ നോട്ട്സ് ഒന്നും എഴുതാറില്ല. ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യാറ്. അതായത് ഈ ഒരു ഹാബിറ്റ്സ്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്. ആ ഒരു ടിപ്സിൽ എനിക്ക് അത്രയ്ക്ക് യൂസ്ഫുള്ളായൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഫസ്റ്റത്തെ പോയിൻ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതായത് പഠിച്ചത് നമ്മളിങ്ങനെ നോട്ട് എഴുതി അങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് നമ്മൾ അതിന് ശേഷം ഒരു പേജോ അല്ലെങ്കിൽ ഒരു റഫ് പേപ്പറോ എടുത്തിട്ട് ഈ പഠിച്ചതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതായത് ഒരു പോയിൻ്റായിട്ടെങ്കിലും നിങ്ങൾക്ക് എഴുതുക, ജസ്റ്റ് കിട്ടുന്നുണ്ടോ, അതായത് അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അല്ലാതെ ഓരോ പേജ് പഠിച്ചിട്ട് ഇതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതുക, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാം. കാരണം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിവിഷൻ്റെ സമയത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. റിവിഷൻ്റെ സമയത്ത് മെയിൻ പോർഷൻസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പഠിക്കാമല്ലോ, നോക്കി പോയാൽ മതിയല്ലോ. ഇങ്ങനെയാണ് ഞാൻ പഠിക്കാറ്. അതായത് ഒരുപാട് പേജ് ഞാൻ പഠിക്കാറുണ്ട്. എനിക്കാകെ ഒരു 2 hours ഡെയിലി കിട്ടാറുള്ളത്. ഓൾമോസ്റ്റ് അത്രയൊക്കെ കിട്ടാറുള്ളൂ. അതിൽ ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാനത് റിവിഷൻ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഈ SCERTയുടെ സയൻസ് ബുക്ക് ഓൾമോസ്റ്റ് ആ വലിയ വോളിയത്തിലുള്ള ആ ഫസ്റ്റ് വോളിയം ഞാൻ ഒരുപാട് ഇനിയൊരു 50 pages എങ്ങാണ്ടുള്ളൂ. ഞാൻ ഒരുപാട് പഠിച്ച് തീർന്നിട്ടുണ്ട്. അതുതന്നെ എനിക്ക് അത്രത്തോളം മെമ്മറിയിൽ നിൽക്കുന്നുമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ റിവിഷൻ ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ ഞാനൊരു 4-5 തവണ ഞാൻ അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ്, ഒരു ദിവസം പഠിച്ചത് നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഡേ തന്നെ നോക്കാം. അതിനൊരു പാടുമില്ല. നമ്മൾ തലേ ദിവസം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നമ്മളിത് റീകോൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ റിവിഷനിലും ഒബ്വിയസ്ലി നമുക്ക് അത്ര പാടുള്ളതായിട്ടേ ഇല്ല. ഇന്ന് സെക്കൻഡ് ഡേ നമ്മൾ റിവിഷൻ ചെയ്തു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ അത്ര പോലും സമയം എടുക്കില്ല. അപ്പോൾ പഠിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് ഈ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുക. അതായത് ഒരുപാട് പഠിക്കുക, എന്നിട്ട് റിവിഷൻ ചെയ്തുകൊണ്ട് പോവുക. റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വെറും പാഴായിപ്പം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, തേർഡായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ നമ്മൾ എക്സാം എഴുതാൻ പോയിട്ടേ കാര്യമില്ല. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആൻസർ. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനും കൂടെ അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാണും. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ചുമ്മാ അങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഇത് ഏതൊരു ടൈപ്പിലാണ്, എങ്ങനെയാണ് വരുന്നത്, ഒന്നുകൂടെ അതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാവും. അതായത് ക്വസ്റ്റ്യൻസ് പാറ്റേൺ കാണുമ്പോൾ. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ആൻസർ ട്രൈ ചെയ്യുക, അല്ലാതെ നമ്മൾ ചുമ്മാ ആൻസർ നോക്കണ്ട. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ആൻസർ നോക്കിയിട്ട് അതിപ്പോൾ അഥവാ ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീക്ക് ഏരിയ എവിടെയാണ് അതും മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് ആ ഒരു വീക്ക് ഏരിയയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത്. അതൊരിക്കലും നിങ്ങൾ ഡെയിലി മിസ്സാക്കേണ്ട കാര്യമല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു 20 questions എങ്കിലും ഡെയിലി നോക്കാം. പിന്നെ വരുന്നതാണ് എത്ര മണിക്കൂർ പഠിച്ചു എന്നതിനേക്കാൾ എത്ര കംപ്ലീറ്റ് ചെയ്തു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് ഇങ്ങനെ ചുമ്മാ പേജസ് ഇങ്ങനെ മറിച്ച് നോക്കി പഠിച്ച് പോകുന്നതിനേക്കാൾ നിങ്ങൾ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, അതായത് ഇന്ന പോർഷൻ ഇത്ര പഠിക്കണം, ഹിസ്റ്ററി ഇത്ര ചാപ്റ്റർ, സയൻസ് ഇത്ര ചാപ്റ്റർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ മാർക്ക് ചെയ്തിട്ടിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ 2 പേര് പഠിക്കുന്നുണ്ടെന്ന് കരുതാം. ഒരാൾ അവിടെ 5 മണിക്കൂറായിട്ട് ബുക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ സൈഡിൽ ഒരാൾ 2 മണിക്കൂറേ പഠിച്ചുള്ളൂ. പക്ഷേ അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇന്ന ടോപ്പിക്ക് ഇത്രയും പഠിച്ചു, അല്ലെങ്കിൽ റിവിഷൻ ഇത്ര ചെയ്തു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരു 20 questions നോക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി ആരുടെ കാണാൻ പറ്റുക, സെക്കൻഡ് പഠിച്ച ആളിനെയല്ലേ. അതാ പറഞ്ഞത്. ആ ഒരു ടൈപ്പിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നീറ്റായിട്ട് പോകാൻ പറ്റും. ഓരോന്ന് ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുക, എന്നിട്ട് ലാസ്റ്റ് മാർക്ക് ചെയ്ത് പോകുമ്പോൾ അതൊരു ഭയങ്കര ഒരു രസം തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മളൊരു ഫിക്സ്ഡ് റൊട്ടീൻ. ഞാൻ കൂടുതലും എൻ്റെ ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 4 o'clock, 4:30, അല്ലെങ്കിൽ 5. യൂഷ്വലി 4 or 4:30ക്കുള്ളിൽ ഞാൻ അങ്ങനെ ആണെങ്കിൽ
ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ മിസ്സാവുന്നുണ്ടെങ്കിലും കൂടുതലും ഞാൻ രാവിലെ തന്നെയാണ്. ആ ടൈമാണ് എനിക്ക് കൂടുതൽ കംഫർട്ട്. ആ രാവിലെയുള്ളൊരു സൈലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാവിലെ എണീക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മോനുള്ളതുകൊണ്ട് ഞാൻ ആ ടൈമാണ് കൂടുതൽ. എനിക്ക് സൗണ്ടും ഒന്നും ഉണ്ടാവില്ല, ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളൊരു ടൈം ഫിക്സ് ചെയ്യുക. അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് മാറും. നമുക്ക് ഡെയിലി ഒരു ടൈം നമ്മൾ ഇത് പഠിക്കുക. ഇപ്പം നമ്മളിങ്ങനെ ഇന്ന് ഞാൻ എപ്പോഴാണ് പഠിക്കുക എന്ന് കരുതി ആ ടൈമിനെ കുറിച്ച് ആലോചിക്കുമല്ലോ. ഇതെപ്പോഴാണ് നീ പഠിക്കുക, അതെപ്പോഴാണ് പഠിക്കുക, അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നമ്മളൊരു ഫിക്സഡ് ടൈം അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചു പോകും. അല്ലെങ്കിൽ ഒരു ഹാബിറ്റായിട്ട് ഇങ്ങനെ വരും ആ ടൈം. ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നത്, പല്ല് തേക്കുന്നത്, കുളിക്കുന്നത്. അതുപോലെ ഇതൊരു ഹാബിറ്റായിട്ട് മാറണം. അതായത് ഇന്ന ടൈമിൽ ഡെയിലി ഞാൻ പഠിക്കണം, എന്തായാലും പഠിക്കും എന്നുള്ളത് നമ്മൾ ഒരു സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണ്ട, പക്ഷെ അതൊരു ഹാബിറ്റാക്കുക, അത്രയാണ്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ടിപ്സാണ്. ഈ ടിപ്സിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ പോയിൻ്റ്, പഠിക്കേണ്ടത് എഴുതി വെക്കാതെ പഠിച്ചത് എന്തെന്ന് ഓർത്തെടുക്കാം. അത് നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. ഏറ്റവും യൂസ്ഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു ഹാബിറ്റാണിത്. ഞാനിങ്ങനെയാണ് കൂടുതൽ പഠിക്കാറ്. എനിക്ക് നോട്ട് ചെയ്താൽ സമയമില്ല, അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ ആ ഒരു ഇതിലാണ് പഠിക്കാറ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാം. ഓക്കെ, ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ, സി യു.